ഹലോ ഗായ്സ്, നസിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറച്ച് വിഷയത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗന് നല്ല ഇയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മെയിലിനൊക്കെ വലിയ ഇയർ ഉണ്ട് എന്നാലും ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഫീമെയിലിനെ ഇപ്പോൾ ബ്രീഡ് ആകാനായിട്ടുണ്ട് കേട്ടോ. അവരെ ബ്രീഡിങ് കേജിക്ക് മാറ്റണം, അതിൻ്റെ വീഡിയോ നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ വയറൊക്കെ ബൾജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ബ്രീഡാവും ഇത്. അപ്പോൾ ബ്രീഡ് അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല കുറച്ച് ഇൻഫസൂരിയൊക്കെ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രീഡായിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള സാന്റാ ക്ലോസിൻ്റെ ഇതാട്ടോ. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നല്ല ഇയർ നിൽക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ. ഇതൊരു 1 വീക്ക് 2 വീക്കൊക്കെ ആയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് തന്നെ ഇപ്പോൾ തന്നെ ഇയർ നിൽക്കുന്നത്. ഇതിൻ്റെ പാരൻസിന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മൊയ്ന. ഇതിൽ നമുക്ക് കുറച്ച് മൊയ്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ക്യാമറയിൽ ഇത് എത്രത്തോളം കാണാൻ തിരിച്ചറിയും കേട്ടോ. നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ അവർക്ക് കാണുന്നുണ്ട്, അടിപൊളിയായിട്ട് കാണും. പക്ഷെ ഇതിൽ ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ എന്നാലും കാണിച്ചു തരാം. ഇത് ഈ പ്രകാശം കിട്ടുമ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ. വെളിച്ചത്തിൻ്റെ ഇതിൽ ഉണ്ടായ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടിയിലുണ്ട്, ഇതിൽ ചെറുതായിട്ട് കാണിച്ചു തരാൻ പറ്റും തോന്നുന്നുണ്ട്. കുറച്ചടിച്ച് കാണിച്ചു തരാം. ഇളകുന്ന കാണാൻ പറ്റും തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വേറെ 2 ടബ്ബാട്ടോ. ഇതിലും മൊയിൻ തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ അടച്ചക്കാൻ ചെറുതായിട്ട് മറിഞ്ഞിട്ടോ. ചെറിയൊരു ഹോൾഡുണ്ട്. അതിൽക്കൂടെ നമ്മുടെ മോസ്കിറ്റോ കയറിയുണ്ട്, എഗ് ചെയ്തിട്ടുണ്ട്, മോസ്കിറ്റോ ഉണ്ടാക്കിയിരുന്നിട്ട് ഇവരെ മാറ്റിയിരുന്ന പണി കേട്ടോ. അപ്പോൾ ഈ ഫില്ലർ റേറ്റ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബെറ്റാസിന് പർപ്പിൾ ബെറി ഡ്രാഗനൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ അതൊരു വേറെ പണിയാണ്. ഇത് നമ്മുടെ ബൊയിൻ കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന കാണിച്ചിട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കട്ടോ. എല്ലാ വിഷസ് ഇത് എൻ്റെ അറിവിൽ ഏറ്റവും നല്ല ഫീഡാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മൊയിൻ തന്നെയാണ്. എല്ലാ ദിവസവും ഒരു നേരം കേട്ടോ ഞാൻ മൊയിന് കൊടുക്കാറ്. ചില ദിവസം 2 നേരം കൊടുക്കും. ഒരു നേരം മൊയിന്, ഒരു നേരം പെല്ലറ്റ് ഓട്ടോ കൊടുക്കാം. അല്ലാത്ത ദിവസം ചിലപ്പോൾ ആർക്കിങ് കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷിൻ്റെ ഒക്കെ ടാങ്ക് കേട്ടോ. നല്ല രീതിയിൽ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ക്ലീനിങ് എന്തായാലും ചെയ്യേണ്ടി വരും കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കാണിച്ചാൽ സ്പോട്ടഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിയിൽ കൂടെ വലിയ പോണ് കൂടുതലും. പിന്നെ ഇവിടെ നെട്ടറൊക്കെ നല്ല ആക്റ്റീവ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നെ ടാങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് വാട്ടർ കണ്ടീഷൻ ചെറുതായിട്ട് കൂട്ടണം. വാട്ടർ കുറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അറിയില്ല. സിലോപ്പിയൊക്കെ നല്ല രീതിക്ക് ഫീഡെടുക്കുന്നുണ്ടോ. പണ്ട് സിലോപ്പിന് വാങ്ങിയപ്പോൾ ഇതൊന്നും അല്ലേനും ഒരു 2 ഇഞ്ച് ആ സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല സൈസാക്കി എടുത്തതാണ്. ഇതിൽ കുറച്ച് മീനും കൂടി വാങ്ങണ്ടേ നമുക്ക്. അതൊക്കെ ഞാൻ വീഡിയോയിൽ എൻ്റെ പുതിയ വീഡിയോ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സ്പോട്ടിലൊക്കെ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഫുഡ് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ ഇങ്ങനെ ഒരു വാഴൻ്റെ ഇട്ടിരിക്കണം. നമ്മളെല്ലാത്തിൻ്റെ ഇട്ടിരിക്കണം. എല്ലാവർക്കും ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു ഇതിനെ ഇടുന്നതെന്ന്. ഇത് നമ്മുടെ ഫിഷിൻ്റെ കണ്ടീഷന് പറ്റിയ വെള്ളം കേട്ടോ. ഈ വെള്ളത്തിൽ നമ്മൾ ഫിഷിനിട്ട് വേഗം നമ്മുടെ ഫിഷിന് വേറെ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഇത് നല്ല വെള്ളം കേട്ടോ. ഇതിട്ടെടുത്ത് നമ്മുടെ ഫിഷിന് ഫംഗലും മറ്റു കാര്യങ്ങളും രോഗങ്ങളും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വാഴൻ്റെ ഇടാൻ നോക്കട്ടോ. ഇങ്ങനെ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.